ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് റിട്ടേൺ ഓഫ് മാദർ എന്ന ഫാൻ മാങ്കയുടെ ഫൈനൽ പാർട്ടാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ ഫൈനൽ പാർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഫാൻ മാങ്കയുടെ സീസൺ 1 ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. സീസൺ 2ഉം മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. അതിനു മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ഒരുപാട് പേർ കമന്റ് ചെയ്തിരുന്ന ഒന്നാണ്, ബ്രോ വീഡിയോയുടെ ലെങ്ത് വളരെയധികം കുറഞ്ഞു പോകുന്നുണ്ട് എന്ന്. സംഭവം ശരിയാണ്, വീഡിയോയുടെ ലെങ്ത് കുറച്ച് കുറവ് തന്നെയാണ്, ഞാൻ സമ്മതിച്ചു. മാക്സിമം വേഗത്തിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയാണ് ഞാൻ വീഡിയോയുടെ ലെങ്ത് മനഃപൂർവ്വം കുറക്കുന്നത്. അത് കൂടാതെ ഈ ഒരു മാങ്ക റിലേറ്റഡ് ആയി ഒരുപാട് കമന്റ്സ് പിന്നെയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയുടെ അവസാനം കൃത്യമായി പറഞ്ഞു തരാം. ഓക്കെ, നമുക്ക് ഈ ഒരു വീഡിയോ തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഈ ഒരു ഫാൻ മാങ്ക റിലേറ്റഡ് ആയി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയുടെ തുടക്കത്തിലോ അല്ലെങ്കിൽ അവസാനവുമായി ഞാൻ അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ആദ്യം തന്നെ മാദ്ര ആൻഡ് ഇഷിക്കി രണ്ടുപേരെയും കാണിക്കുന്നു. കഴിഞ്ഞ പാർട്ടിൽ ആ ഒരു ഇഷിക്കിയുടെ ബുള്ളിനെയൊക്കെ നമ്മുടെ മാദ്ര ഇല്ലാതാക്കിയതും നമ്മുടെ ഇഷിക്കി ട്രാൻസ്ഫോം ആയതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അങ്ങനെ ഇപ്പോൾ ഇഷിക്കിയെ നോക്കിക്കഴിഞ്ഞാൽ ഇഷിക്കിയുടെ ആ ഒരു കണ്ണ് നമ്മുടെ മാദ്ര ഓൾറെഡി സീൽ ചെയ്തിട്ടില്ലേ, അതൊക്കെ പഴയതുപോലെ ആകാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഇവിടെ ഇഷിക്കി പിന്നെയും ആ ഒരു ബുള്ളിനെ സമൺ ചെയ്ത് മാതയുടെ സുസനക്കെതിരെയായിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. അങ്ങനെ ആ ഒരു ബുള്ളാണെങ്കിൽ ഓടി വന്ന് നമ്മുടെ മാതയുടെ സുസനയുടെ ഒരു കയ്യിൽ കടിച്ചു പിടിക്കുന്നു. മാതയുടെ സുസന ഇപ്പോൾ മുഴുവനായും ട്രാൻസ്ഫോം ആയി 6 കൈയൊക്കെ വന്ന് നമ്മൾ പറഞ്ഞില്ലേ. മാതർ ഈസി ആയിട്ട് ആ ഒരു ബുള്ളിന്റെ കാര്യത്തിലും ഒരു തീരുമാനമാക്കുന്നു. അങ്ങനെ ഈ സമയം ഇഷിക്കിക്കാണെങ്കിൽ തന്റെ ആ ഒരു ഡോട്ട് ജുറ്റ്സു, അതായത് ആ ഒരു കണ്ണൊക്കെ തിരിച്ചു കിട്ടി ആ ഒരു കണ്ണിന്റെ പവർ ഉപയോഗിച്ച് ഇപ്പോഴുള്ള മാതയുടെ സുസന ചെറുതാക്കാൻ കഴിയുമോ എന്നൊക്കെ ചിന്തിക്കുകയാണ്. എന്നാൽ ഈ സമയം നമ്മുടെ മാതരക്കാണെങ്കിൽ ഇഷിക്കി ഇങ്ങനെ തന്റെ ആ ഒരു ബുള്ള് വെച്ച് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇഷിക്ക് മറ്റെന്തോ പ്ലാൻ ചെയ്യുകയാണെന്ന് മാദ്ര കറക്റ്റായി ഇവിടെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മാദ്ര എന്ത് ചെയ്യുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു മാദ്രയ്ക്ക് ഇഷിക്കിയുടെ ചാക്രയുണ്ടെന്ന്. അതായത് ആ ഒരു ബുള്ളിന്റെ ചാക്ര നമ്മുടെ മാദ്ര അബ്സോർബ് ചെയ്തിരുന്നു. അതുകൊണ്ട് നമ്മുടെ മാദ്ര ആ ഒരു ബുള്ളിന്റേത് പോലുള്ള ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത് ഇഷിക്കിയുടെ മുകളിൽ കൊണ്ടുവന്ന് ഇഷിക്കിയുടെ നേരെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ ഇതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ പറഞ്ഞ ആ ഒരു സാസ്കിയുടെ മകളെയാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ നെറീറ ഉച്ചിഹ. അവൾ ഇപ്പോൾ ഒരു ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് അവിടെ കുറച്ച് ഷിനോബീസ് കടന്നു വരുന്നത്. ആ ഒരു ഷിനോബീസ് വന്ന ഉടൻ തന്നെ അവളോട് ചോദിക്കും, നമ്മൾ അത്രയധികം റിസ്ക് എടുത്തിട്ടാണ് ഈ ഒരു പ്ലേസ് പ്രൊട്ടക്ട് ചെയ്യുന്നത്, എന്നാൽ നീയാണെങ്കിൽ എല്ലാം നിന്റെ ഇഷ്ടത്തിനാണ് തോന്നിയതുപോലെ ചെയ്യുന്നത്. ഇവിടെ ഓൾറെഡി റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നീ പാലിക്കുന്നില്ല, ഇതൊന്നും അത്ര ശരിയല്ല എന്ന രീതിയിൽ ഷിനോബീസ് നമ്മുടെ സാസ്കിയുടെ മകളോട് പറയുന്നു. കൂടാതെ ഷിനോബീസ് മറ്റൊരു കാര്യം പറയുന്നുണ്ട്, നീ സാസ്കിയുടെ മകളായതുകൊണ്ട് അതുപോലെ ഫോളോ ചെയ്യാനാണോ നിന്റെ പരിപാടി, അങ്ങനെയൊക്കെ ചോദിക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ നമ്മുടെ നെറീറ ഉച്ചിഹ പറയും, നിങ്ങൾ ഈ ഒരു പ്ലേസ് പ്രൊട്ടക്ട് ചെയ്യുന്ന സമയത്ത് പുറത്തുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാണ്. നിങ്ങൾ ഒരുപാട് ആൾക്കാരെ പ്രിസണിൽ അടച്ചു വെച്ചിട്ടില്ലേ, അവരിൽ നിന്നും ഒരു ഇൻഫോർമേഷൻസും നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. എന്നാൽ അതൊന്നും ആ ഒരു ഷിനോബീസ് അത്ര കാര്യമായിട്ട് എടുക്കില്ല. ആ ഷിനോബീസ് പിന്നെയും അവളോട് പറയും, എന്ന് വെച്ച് ഒറ്റയ്ക്കാണോ നീ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, നീ ഈ ഒരു ഷിനോബീസിന്റെ യൂണിഫോം പോലും ധരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെയും ഓരോ കാര്യങ്ങൾ ഷിനോബീസ് അവളോട് പറയാൻ തുടങ്ങുന്നു. അങ്ങനെ ഇത് കേട്ട് അവൾ പറയും, ഡ്രസ്സിലൊന്നും വലിയ കാര്യമില്ല, ഞാൻ ഏത് ഡ്രസ്സ് ഇട്ടാലും നിങ്ങൾക്ക് എന്താണ്, ഞാൻ എന്റെ മിഷനിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്, അത് ഞാൻ കറക്റ്റായി ചെയ്യുന്നുമുണ്ട്, ഞാൻ നിങ്ങൾ ചോദിച്ചതിനൊക്കെ കറക്റ്റായി ഉത്തരം തരുകയും ചെയ്തു എന്നും പറഞ്ഞ് അവൾ ആ ഒരു ഷെറിംഗൺ പുറത്തെടുത്ത് അവരൊക്കെ പേടിപ്പിക്കുന്നു. അങ്ങനെ അത് കണ്ട് ഷിനോബീസ് കുറച്ച് കാമായി അവിടെ നിന്നും പോകുന്നു. ആ പോകുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട്, ഇനി ഈ വഴിക്ക് വരരുത്, ഇപ്പോൾ എന്റെ ഷെറിംഗൺ മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ, ഇനി വന്നാൽ വേറെ എന്തെങ്കിലും കാണിച്ചു തരുന്നൊക്കെ പറഞ്ഞ് അവരെ വിരട്ടാൻ തുടങ്ങും. അങ്ങനെ അവർ പുറത്തു പോയി ആ ഒരു ടൈമിൽ തന്നെ അതാ നമ്മുടെ ലേഡി സുനാടെ അകത്തേക്ക് കടന്നു വരുന്നു. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ സുനാഡയെ കണ്ട് നമ്മുടെ സാസ്കിയുടെ മകൾ ഷോക്കായി എഴുന്നേറ്റ് നിന്ന് ഇവരെന്തിനാണ് ഇപ്പോൾ ഇവിടെ വന്നത് എന്ന് മനസ്സിൽ ചിന്തിച്ച് ബഹുമാനത്തിൽ അവിടെ നിൽക്കാൻ വേണ്ടി തുടങ്ങും. കാരണം സുനാഡെ നമ്മുടെ പഴയ ഹൊക്കാഗെയാണ്. അങ്ങനെ സുനാഡെ ഡയറക്റ്റ് തന്നെ അവളോട് പറയും, നീ മറ്റുള്ളവരോടുമായി അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്, എല്ലാവരും നിന്നെ തെറ്റായ രീതിയിലുമാണ് അവിടെ സംസാരിക്കുകയും ചെയ്യുന്നത്, നീ എന്താണ് വിചാരിക്കുന്നത് നെറീറ ഉച്ചിഹ, നിന്നെ പറ്റി ആര് എന്തു പറഞ്ഞാലും നീ അത് തെറ്റായ രീതിയിലാണല്ലോ എടുക്കുന്നത്. അപ്പോൾ തന്നെ അവൾ പേടിച്ച് പറയും, ഞാനൊന്നും തെറ്റായി ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന രീതിയിൽ കോൺഫിഡൻസിൽ അങ്ങനെ നിൽക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ തന്നെ സുനാഡെ പറയും, നീ നല്ലതുപോലെ സംസാരിക്കുന്നുണ്ട്, ഞാൻ എന്റെ ലൈഫിൽ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്, അതിൽ എന്നേക്കാൾ മുതിർന്നവരും എന്നേക്കാളും ഇളയവരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ, അവരിൽ നിന്നും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇതൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ നറൂട്ടോയെയും അതുപോലെ തന്നെ സുനാഡയുടെ അനിയനൊക്കെ ഇവിടെ ചെറുതായി കാണിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെയും സുനാഡെ പറയും, നീ ഇപ്പോൾ നിന്റെ ഇഷ്ടത്തിന് മറ്റൊരു വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്, എക്സാമ്പിൾ നിന്റെ ഫാദറിനെ പോലെ, നിന്റെ ഫാദറായ സാസ്കെ ഉച്ചിഹയെ ആ ഒരു നല്ല വഴിയിൽ കൊണ്ടുവരാൻ
കൊണ്ടുവന്നത് നമ്മുടെ നറൂട്ടോ ആണ്. എങ്ങനെ സാസുക്കെ ആ ഒരു ഡാർക്ക്നെസ്സിലൂടെ തെറ്റായ വഴിയിലൂടെ പോയോ അതുപോലെ നിനക്കും മാറാൻ അധിക സമയമൊന്നും വേണ്ട, കാരണം നീ ഒരു ഉച്ചിഹയാണെന്നും പറയുന്നു. അങ്ങനെ ഇത് പറയുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു മാംഗ പാനൽ നോക്കിക്കഴിഞ്ഞാൽ അവളുടെ പുറകിലായി മാത്രം നിൽക്കുന്ന ആ ഒരു രൂപം കാണിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഈ ഒരു ഉച്ചിഹാസിനെ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ഒരു തെറ്റായ പാതയിലൂടെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇവളും അതുപോലെ മാറാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ തന്നെയാണ്. സുനാഡെ എങ്ങനെ പറയും, ഇനിയും ഈ ഒരു വിഷയം റിപ്പീറ്റ് ആയി നടക്കരുത്, ഞാൻ പണ്ടൊരു ഒക്കാകെ ആയതിനാൽ എനിക്കിത് നിന്നോട് പറയാതിരിക്കാനും കഴിയില്ല എന്നൊക്കെ സുനാഡെ പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സീനിൽ നമ്മുടെ മാദ്ര വേഴ്സസ് ഇഷിക്കി എന്ന ഫൈറ്റ് ആണ് കാണിക്കുന്നത്. അങ്ങനെ മാദ്ര നമ്മുടെ ഇഷിക്കിയോട് പറയും, നീ എന്തൊക്കെ ട്രൈ ചെയ്താലും അതൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങും. അപ്പോഴതാ പെട്ടെന്ന് നമ്മുടെ ഇഷിക്കി ആണെങ്കിൽ എർത്തിലെ ചാക്രയുമായി മിക്സപ്പ് ചെയ്ത് എന്തോ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പ്ലേസ് മുഴുവനായും എന്തൊക്കെയോ മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. നമ്മുടെ മാദ്രയ്ക്കും ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന് കറക്റ്റായി മനസ്സിലാകുന്നുമില്ല. ഇവൻ എന്തോ ഡയമെൻഷൻ പോലെയുള്ള ഒരു സംഭവം മെർജ് ചെയ്യുകയാണോ, അവന്റെ ചാക്ര ഇപ്പോൾ വളരെയധികം ഷാർപ്പായിട്ടാണ് ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാദ്ര ഇപ്പോൾ സെൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇഷിക്കിയെ നോക്കിക്കഴിഞ്ഞാൽ ഇഷിക്കി ആ ഒരു പ്ലേസുമായി ഇപ്പോൾ മെർജ് ആയിട്ടാണ് ഉള്ളത്. അങ്ങനെ ഇഷിക്കി പറയും, എനിക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല, കാരണം ഒട്ടുട്സുക്കി ലെവലിലുള്ള ഒരാളെ എതിർത്ത് നിൽക്കാൻ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവസാനത്തെ ട്രംപ് കാർഡായി വെച്ചിട്ടുള്ള ഒന്നാണിത് എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ നമ്മുടെ ഡ്രാഗൺ ബോൾ സൂപ്പർ മാങ്കിൽ നമ്മുടെ മോറോ എർത്തുമായി മെർജ് ആവുന്നില്ലേ, അതുപോലെയാണ് എനിക്ക് ഇവിടെ തോന്നിയത്. അങ്ങനെ ഇഷിക്കയാണെങ്കിൽ ആ ഒരു പ്ലേസുമായി മെർജായി അവിടെയുള്ള നാച്ചുറൽ എനർജി ഒക്കെ ഗ്യാദർ ചെയ്ത് അവിടെ ഒരു വലിയ ജയന്റ് ബോൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ഒരു വലിയ ടെയിൽ ബീസ്റ്റ് ബോംബ് പോലെ അല്ലെങ്കിൽ ഒരു വലിയ സ്പിരിറ്റ് ബോംബ് പോലെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ അത് ക്രിയേറ്റ് ചെയ്ത് അത് നമ്മുടെ മാദ്രയുടെ നേരെ അറ്റാക്ക് ചെയ്യാനുമാണ് നമ്മുടെ ഇഷിക്കിയുടെ പ്ലാൻ. അങ്ങനെ ഇതൊക്കെ കാണുന്ന മാദ്രയാണെങ്കിൽ ഇവൻ എങ്ങനെ ഫേസ് ചെയ്യുന്ന രീതിയിൽ ആലോചിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മാദ്രയ്ക്കും മനസ്സിലാകും ഇഷിക്ക് മറ്റെന്തോ ഒരു ഡയമെൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ സമയം നമ്മുടെ മാദ്രയാണെങ്കിൽ റെനിഗൻ വെച്ച് സ്പേസ് ടൈം നിഞ്ചിറ്റ്സു യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ അതും നടക്കുന്നില്ല. അങ്ങനെ അവസാനം ഈ സമയം നമ്മുടെ മാദ്ര ചിന്തിക്കും, ഇനി ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, ഇസനാഗി യൂസ് ചെയ്യാം എന്ന് പറയുന്നു. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ മാദ്രയുടെ ഫ്ലാഷ് ബാക്ക് ഇവിടെ കാണിക്കുന്നു. അതായത് ഇവിടെ മാദ്രയും മാദ്രയുടെ ഫാദറും ഇവിടെ ട്രെയിനിങ് ചെയ്യുകയാണ്. മാദ്രയുടെ ഫാദറിന്റെ പേരാണ് ടാജിമി ഉച്ചിഹ. അങ്ങനെ അവർ മാദ്രയോട് പറയും, നീ ചെറുപ്പത്തിൽ തന്നെ നല്ലൊരു ഷിനോബി ആയിട്ടാണ് വളർന്നു വരുന്നത്, മറ്റുള്ളവരെക്കാൾ ഒരുപാടധികം കഴിവുകളും നിനക്കുണ്ട്, എന്നാൽ നിന്നേക്കാൾ പവർഫുൾ ആയ ഒരുത്തൻ നിന്റെ അടുത്ത് വന്നാൽ നീ അവനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇത് കേൾക്കുന്ന മാദ്രയാണെങ്കിൽ പറയും, അതൊന്നും എനിക്ക് ഒരു വിഷയമല്ല, അവൻ എന്നേക്കാൾ ശക്തനാണെങ്കിൽ കൂടി ഞാനൊരു ലിമിറ്റിൽ പോയി അവസാനം അവനെ എങ്ങനെയായാലും ഡിഫീറ്റ് ചെയ്യുമെന്ന് കോൺഫിഡൻസിൽ പറയുന്നു. അപ്പോൾ മാദ്രയുടെ ഫാദർ ആണെങ്കിൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നീ എന്നെ ഡിഫീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ആദ്യമായി നമ്മുടെ മാദ്രയുടെ ഫാദർ ആണെങ്കിൽ മാഗികി ഷെറിംഗൻ ആക്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോൾ തന്നെ മാദ്രയാണെങ്കിൽ കത്തിയെടുത്ത് മാദ്രയുടെ ഫാദറിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. എന്നാൽ അതാ പെട്ടെന്ന് മാദ്രയുടെ ഫാദറിന്റെ ബോഡിയിൽ നിന്നും പെട്ടെന്ന് ഒരു ഓറ ക്രിയേറ്റ് ആകാൻ വേണ്ടി തുടങ്ങും. ഇത് കാണുന്ന മാദ്രയും ഒന്ന് ഷോക്കാകുന്നുണ്ട്. ഞാൻ ഇതുവരെ ഫാദറിന്റെ ഈ ഒരു മാഗികി ഷെറിംഗൻ വെച്ച് ട്രെയിനിങ് ചെയ്തിട്ടില്ല, ഇത് വളരെയധികം ഡിഫറെന്റ് ആയിട്ടാണ് ഉള്ളത് എന്നും പറയുന്നു. അങ്ങനെ മാത്രം പിന്നെയും പല രീതിയിൽ ഫാദറിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഫാദർ പെട്ടെന്ന് ആ ഒരു ഓറ സുസനുവാക്കി മാറ്റുന്നു. ഈ ഒരു കണ്ണിന് ഒരുപാടധികം പവേഴ്സ് ഉണ്ട്, അതിലൊന്നാണ് ഈ ഒരു സുസനോ എന്ന് പറഞ്ഞ് നമുക്ക് മാദ്രയ്ക്ക് ഇത് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇനി ഇത് നിനക്ക് തടയാൻ സാധിക്കുമോ മാദ്ര, നിന്നേക്കാൾ പവർഫുൾ ആയ ഒരുത്തൻ ഇതുപോലെ സുസനയുമായി വന്നാൽ നീ എന്ത് ചെയ്യും? എന്നാൽ നമ്മൾ മാദ്രയാണെങ്കിൽ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് പിന്നെയും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. നമുക്കറിയാം സുസനയുടെ മുന്നിൽ മാദ്രയ്ക്ക് ഇവിടെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. എന്നാൽ നമ്മുടെ മാദ്രയാണെങ്കിൽ അവസാനം ഒഴിഞ്ഞു മാറി സുസനയുടെ തലയിൽ നോക്കി തന്നെ ഒരു കിക്ക് കൊടുക്കുന്നു. എന്നിട്ടും സുസനയ്ക്ക് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മാദ്രയാണെങ്കിൽ ഒരു സ്മോക്ക് ബോംബ് ഇട്ട് പെട്ടെന്ന് ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മുടെ മാദ്രയുടെ ഫാദർ പറയും, ഓക്കെ ഞാൻ നിനക്ക് കുറച്ച് സമയം തരാം, അതിനുള്ളിൽ എന്റെ ഈ ഒരു സുസനോ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്ന അളവിൽ എന്തെങ്കിലും ഒരു വിഷയം നീ ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെ ഈ സമയം മാദ്രയാണെങ്കിൽ സുസനോ വളരെയധികം സ്ട്രോങ് ആയിട്ടാണ് ഉള്ളത്, ഞാൻ എന്ത് വെച്ച് അതിനെ അറ്റാക്ക് ചെയ്യുമെന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് അവിടെ ഓൾറെഡി ഫൈറ്റ് നടക്കുന്ന സമയത്ത് ഒരുപാട് മരങ്ങളൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മരത്തിനൊക്കെ പേപ്പർ ബോംബ്സ് വെച്ച് ഒരു കയറ് വെച്ച് കെട്ടി പെട്ടെന്ന് തന്നെ സുസനയുടെ നേരെ അറ്റാക്ക് ചെയ്യുന്നു. ആ ഒരു മരം പെട്ടെന്ന് സുസനയുടെ അടുത്ത് വന്ന് അത് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതൊന്നും കൊണ്ട് സുസനോയ്ക്ക് ഒന്നും സംഭവിക്കുന്നില്ല. എന്നിരുന്നാലും നമ്മുടെ മാദ്രയുടെ ഫാദർ പറയും, അവന് സുസനോയെ എതിർത്ത് നിൽക്കാനുള്ള പവേഴ്സ് ഇല്ലെങ്കിലും സ്മാർട്ട് ആയിട്ടാണ് പല കാര്യങ്ങളും അവൻ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അവനെ ഓർത്ത് അഭിമാനിക്കുന്നു. അങ്ങനെ ഈ ഒരു ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ് പിന്നെയും പ്രസന്റ് ടൈമാണ് കാണിക്കുന്നത്. എനിമി നമ്മളെക്കാൾ സ്ട്രോങ്ങർ ആണെങ്കിൽ അവന്റെ പവേഴ്സ് വെച്ച് തന്നെ അവനെ അറ്റാക്ക് ചെയ്യണം. ഈ സമയം ഇഷിക്കി ആണെങ്കിൽ ഓൾറെഡി എർത്തുമായി കമ്പൈനായി വലിയൊരു സ്പിരിറ്റ് ബോംബ് പോലെ ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഉള്ളത്. അങ്ങനെ ഈ സമയം നമ്മുടെ ഇഷിക്കി ആണെങ്കിൽ മാത്രം ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ, നീ എവിടെയെങ്കിലും ഓടിപ്പോയിക്കോ, നിനക്ക് ഈ ഒരു അറ്റാക്ക് എതിർത്ത് നിൽക്കാൻ കഴിയില്ല, നിന്നെ പോലുള്ള ഒരു ഹ്യൂമന് ഇതൊരിക്കലും തടഞ്ഞു നിർത്താൻ സാധിക്കില്ല, നിങ്ങൾ ഹ്യൂമൻസ് ഒരു പാഴ് ജന്മമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ വേണ്ടി തുടങ്ങും. എന്നാൽ മാദ്രയാണെങ്കിൽ ഞാനത് പ്രൂവ് ചെയ്തു തരാമെന്ന് പറഞ്ഞ് സുസനോ മുഴുവനായും ചാർജ് ചെയ്ത് സുസനോയുടെ ആ ഒരു കൈയില്ലേ അത് പതിയെ വലുതാക്കി ആ ഒരു കൈ പതിയെ ഗൺപൈ ആയി ക്രിയേറ്റ് ചെയ്യുന്നു.
അതായത് നമ്മുടെ മാതൃയുടെ ആ ഒരു വെപ്പൺ. അങ്ങനെ മാതൃ ഒന്നും നോക്കില്ല, സ്പീഡിൽ വന്ന് ആ ഇഷിക്ക് ക്രിയേറ്റ് ചെയ്ത ആ ഒരു സ്പിരിറ്റ് ബോംബ് ഇല്ലേ അതിലൊരു ഒറ്റ അടി അടിക്കുന്നു. അപ്പോൾ ആ ഒരു സ്പിരിറ്റ് ബോംബ് അല്ലെങ്കിൽ ഡെത്ത് ബോൾ താഴേക്ക് വീണ് പൊട്ടിത്തെറിച്ച് വലിയൊരു ഇമ്പാക്ട് അവിടെ ഉണ്ടാകുന്നു. അങ്ങനെ മാതൃയാണെങ്കിൽ അത് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഇഷിക്കിയെ നോക്കിക്കഴിഞ്ഞാൽ ഇഷിക്കയുടെ പകുതി ബോഡി ഇപ്പോൾ ഡിസ്ട്രോയ് ആയി. അതായത് മരിച്ചില്ല എന്ന രീതിയിലാണ് പുള്ളിക്കാരനുള്ളത്. ഈ സമയം മാതയും ഇഷിക്കിയുടെ പുറകിലായി അങ്ങ് മാസായിട്ട് നിൽക്കുന്നു. അങ്ങനെ ഇതേ സമയം മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹാഗറോമയാണെങ്കിൽ ഇത് നോട്ടീസ് ചെയ്ത്, നീ ഫൈനലി എങ്ങനെയൊക്കെ അവസാനം ഡിഫീറ്റ് ചെയ്തു, എനിക്ക് നിന്നിൽ പ്രതീക്ഷയുണ്ടായിരുന്നു, നീ അത് നിറവേറ്റിയെന്നും പറയുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഇവിടെ സാസ്കയാണ് കാണിക്കുന്നത്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടില്ലേ സാസ്കയുടെ ആ ഒരു റെനികളിൽ നിന്നും ബ്ലഡ് വരാൻ തുടങ്ങുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും അതിപ്പോൾ നോർമലായി, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സാസ്കയ്ക്ക് ഓൾറെഡി മനസ്സിലായിരുന്നു എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന്. അപ്പോഴാണ് പെട്ടെന്ന് സാക്കുറ അവിടെ വന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ സാസ്കെ ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് സാക്കുറയുടെ നെറ്റിയിൽ ഒരു കിസ്സൊക്കെ കൊടുത്ത് കുറച്ചൊന്ന് റൊമാൻറ്റിക് ആവുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവർ കക്കാഷിയെ പറ്റി സംസാരിക്കുകയാണ്. അതായത് കക്കാഷിക്കാണെങ്കിൽ ഇപ്പോൾ തീരെ വയ്യ, നല്ല രീതിയിൽ വീക്ക് ആയിട്ടാണ് ഉള്ളത്. കൂടാതെ നമ്മുടെ കക്കാഷി ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് ഒരു ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സാസ്കെ പറയും നറൂട്ടോ ഹൊക്കാഗെയായി അവൻ ഇപ്പോൾ കാണാനില്ല. ഇതിനു മുൻപ് ഹൊക്കാഗെയായ കക്കാഷി ആണെങ്കിൽ ഈ ഒരു അവസ്ഥയിലുമാണ്. ഇനിയിപ്പോൾ ഇവിടെ ആര് ഹൊക്കാഗെയായിട്ട് വരുമെന്ന് സാക്കുറയോട് നമ്മുടെ സാസ്കെ ചോദിക്കുന്നു. അപ്പോൾ സാക്കുറ പറയും ഈ ഒരു വിഷയം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊനഹയിലെ എൽഡേഴ്സും അതുപോലെ തന്നെ സുനാഡെ പോലുള്ള ആൾക്കാരാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ ഈ സമയം പിന്നെയും നമ്മുടെ സാസ്കെ പറയും നമ്മൾ 4 പേരും നല്ല രീതിയിലാണ് ഉണ്ടായിരുന്നത്, പെട്ടെന്ന് നമ്മുടെ നറൂട്ടോയെ കാണാനില്ല, ഇപ്പോൾ കക്കാഷിക്കും ഈ ഒരു അവസ്ഥ വന്നു, ഇനിയിപ്പോൾ നമ്മൾ 2 പേർ മാത്രമേ ഉള്ളൂ, ഇനി ഇത് ഇങ്ങനെ പോയാൽ ശരിയാകില്ല, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ സാസ്കെ ആണെങ്കിൽ ആ ഒരു ഉച്ചിഹയുടെ ആ ഒരു ടീഷർട്ടൊക്കെ ഇട്ട് ഇതൊക്കെ കേട്ട് നമ്മുടെ സാക്കുറയാണെങ്കിലും പതിയെ ഇമോഷണൽ ആകുന്നുണ്ട്. അങ്ങനെ സാക്കുറ സാസ്കെയോട് പറയും ഇനിയെങ്കിലും ആ ഒരു പ്രോസ്തറ്റിക് ഹാൻഡ് നീ വെക്കാൻ വേണ്ടി ശ്രമിക്ക്, നീ കഴിഞ്ഞു പോയ തെറ്റുകളൊക്കെ ഓർത്ത് അതിന് പകരമായി ഈ ഒരു കൈയില്ലാതെ എത്ര നാൾ ജീവിക്കും, നിനക്ക് തന്നെ അറിയാം ഇപ്പോൾ എല്ലാ നേഷൻസും വളരെയധികം ആപത്തിലാണ് ഉള്ളത്, നീ ഒരു കൈ വെച്ച് കഴിഞ്ഞാൽ നിനക്ക് വളരെയധികം അത് അഡ്വാൻറ്റേജുമാണ്, അപ്പോൾ അതെങ്കിലും ഓർത്ത് നീ ഇതൊന്ന് സമ്മതിക്കുകയെന്ന് സാക്കുറ അവസാനമായി സാസ്കെയോട് ഇത് ചോദിക്കുന്നു. അങ്ങനെ അവസാനം നമ്മുടെ സാസ്കെ പറയും നീ ഇനി ഇതോർത്ത് ടെൻഷൻ ആകേണ്ട, ആ ഒരു പ്രോസ്തറ്റിക് ഹാൻഡ് വെക്കാമെന്ന് നമ്മുടെ സാസ്കെ സമ്മതിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ സാസ്കെയുടെ മകളായിട്ടുള്ള നറീറ ഉച്ചിഹ പെട്ടെന്ന് അവിടേക്ക് ഫുഡുമായിട്ട് കടന്നു വരുന്നത്. ഈ ഒരു ഫുഡ് സാസ്കെയുടെ മകൾക്ക് കൊടുത്തത് നമ്മുടെ ഹിമവാരിയാണ്. അതായത് നറൂട്ടോയുടെ മകളായിട്ടുള്ള ഹിമവാരി ഉസുമാക്കിയും ഈ ഒരു മാങ്ങയിലുണ്ട്. ഹിമവാരിക്ക് ഇപ്പോൾ 18 വയസ്സായി. നമ്മുടെ ഹിമവാരിയും അതുപോലെ തന്നെ നറീറ ഉച്ചിയും തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ട്. അതായത് കുറച്ച് മുൻപ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നറീറ ആണെങ്കിൽ നമ്മുടെ ഹിമവാരിയോട് നറൂട്ടോയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ആശ്വസിപ്പിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ചോച്ചിയുടെ മകൾ ഇവിടെ കടന്നു വരുന്നു. അവൾ പെട്ടെന്ന് ഹിമവാരിയോട് പറയും അവൾ ഒരു ഉച്ചിഹയാണ്, ഇപ്പോൾ കാണുന്നത് പോലെയല്ല, എപ്പോൾ വേണമെങ്കിലും അവളുടെ സ്വഭാവം മാറാം എന്ന രീതിയിലൊക്കെ ഇവിടെ പറയുന്നുണ്ട്. എന്നാൽ ഇത് കേട്ട് ഹിമവാരി പറയുന്നുണ്ട് മറ്റുള്ളവരെ പോലെയല്ല ഇവൾ, ഞാൻ എപ്പോഴും ഉച്ചിഹ ക്ലാനിനെ ഒരു ബഹുമാനത്തിലാണ് കാണുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോൾ പ്രസന്റ് ടൈമിൽ നോക്കിക്കഴിഞ്ഞാൽ സാസ്കെ, സാക്കുറ, നറീറ ഇവരൊക്കെ ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ നറീറ പറയും ഡാഡ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നുപോയി, നിങ്ങളെ കാണാൻ ഒരാൾ വരുന്നുണ്ട്, ഈവനിങ്ങിൽ ആ ഒരു സ്ഥലത്ത് അവർ വരാമെന്നും പറഞ്ഞിരുന്നു. ഇത് കേട്ട് സാസ്കെ ആണെങ്കിൽ നീ അവരുടെ പേര് പറ എന്ന് പറഞ്ഞപ്പോൾ നറീറ അവരുടെ പേര് പറയുന്നില്ല, അടുത്ത ഹൊക്കാഗെ ആകാൻ കഴിയുന്ന ഒരാളാണെന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ, നിങ്ങളെപ്പോലെ അവരും ഭയങ്കര ബിസിയാണ്, അതുകൊണ്ട് ഇപ്പോൾ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ ഇവിടെ പറയാൻ വേണ്ടി തുടങ്ങുന്നു. ആരാണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ, അതായത് നമ്മുടെ സറാഡ ഉച്ചിഹയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഇതേ സമയം മറ്റൊരു ഭാഗത്ത് നമ്മുടെ മാതൃയെ നോക്കിക്കഴിഞ്ഞാൽ മാതൃ മുഴുവനായി നമ്മുടെ ഇഷിക്കയെ ഡിഫീറ്റ് ചെയ്തു. എന്നാൽ ഇഷിക്കയ്ക്ക് ഇപ്പോഴും ജീവനുണ്ട്. അങ്ങനെ മാതൃ പെട്ടെന്ന് അവനെ മുഴുവനായും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് അവൻ മറ്റൊരു ഡയമെൻഷനിലേക്ക് ടെലിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ മാതൃക്ക് ആകെ അവന്റെ ആ ഒരു കണ്ണ് മാത്രമേ എടുക്കാൻ സാധിച്ചിട്ടുമുള്ളൂ, അതായത് ആ ഒരു ഡോഡ്ജുട്സു. അപ്പോൾ നമ്മുടെ മാതൃയാണെങ്കിൽ ഞാൻ ഇത് വെച്ച് എന്ത് ചെയ്യാനാ, ഇനി ഈ ഒരു കണ്ണ് വെച്ച് എനിക്കും ടെലിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ഒരു കണ്ണ് ആക്ടിവേറ്റ് ആയി അതിൽ നിന്നും ചാക്ര റോഡ്സ് വന്ന് മാതൃയുടെ ബോഡി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. എന്നാൽ മാതൃ പെട്ടെന്ന് തന്നെ ആ ഒരു കണ്ണ് ഞെരുക്കി പൊട്ടിക്കുന്നു. അവൻ ഇവിടെ ഇല്ലെങ്കിലും അവന്റെ കണ്ണ് വെച്ച് ഇപ്പോഴും അത് വെച്ച് അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് മാതൃക്ക് മനസ്സിലായി. അപ്പോൾ മാതൃക്കാണെങ്കിൽ ഇത്ര അടുത്ത് കിട്ടിയിട്ട് പോലും അവനെ അങ്ങ് തീർക്കാൻ കഴിഞ്ഞില്ല എന്ന രീതിയിൽ ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ മറ്റൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തനിക്ക് തന്നെ അത് ആപത്തായിട്ടാണ് ഉള്ളത്. ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും ടെലിപ്പോർട്ട് ചെയ്ത് പോകണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഈ സമയത്ത് നമ്മുടെ മാതൃയാണെങ്കിൽ അവിടെയുള്ള നാച്ചുറൽ എനർജിയൊക്കെ അബ്സോർബ് ചെയ്ത് കാമോയ് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. എന്നാൽ ആ ഒരു കാമോയ് ഈ ഒരു ഡയമെൻഷനിൽ മുഴുവനായി യൂസ് ചെയ്യാനും സാധിക്കുന്നില്ല. അങ്ങനെ മാതൃ പെട്ടുപോയി എന്നൊരു കാര്യം നമ്മുടെ ഹീറോ, അതായത് നമ്മൾ മുൻപ് പറഞ്ഞ ആ ഒരു മാസ്ക് വെച്ച ക്യാരക്ടർ അല്ലേ, പുള്ളിക്കാരൻ അത് മനസ്സിലാക്കി മാതൃയെ ഹെൽപ്പ് ചെയ്യാമെന്ന് കരുതി മാതൃയുടെ മുന്നിൽ ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെ ഹീറോ പറയും എനിക്ക് ഒരുപാട് സമയം ഇത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മാതൃ ആ ഒരു പോർട്ടലിലൂടെ കയറി ഷീറോയുടെ
അടുത്ത് തന്നെ തിരിച്ചെത്തുന്നു. സത്യം പറഞ്ഞാൽ ഷീറോ എന്ന ക്യാരക്ടർ ഒബീറ്റോ ആണോ എന്നൊരു സംശയമുണ്ട്. കാരണം നമ്മുടെ ബൊറൂട്ടോയും ജിറയുടെ ക്ലോൺ ആയിട്ട് ഒരു ക്യാരക്ടർ വരുന്നില്ലേ, അതുപോലെ ഇനി എങ്ങാനും ഒബീറ്റോ ആണോ എന്നൊരു ഡൗട്ട് നമുക്കറിയില്ല. അങ്ങനെ അതേസമയം മറ്റൊരു ഭാഗത്ത് നമ്മുടെ സാസ്കെ ആണെങ്കിൽ വൈകുന്നേരം ആ ഒരു സ്ഥലത്ത് പോയി നോക്കി. അപ്പോഴതാ സാസ്കയുടെ മുന്നിലായി നമ്മുടെ സറാഡ ഉച്ചിഹ ഉണ്ടാകും. ഇപ്പോൾ സറാഡയെ നോക്കിക്കഴിഞ്ഞാൽ അൻപൂരിലുള്ളതുപോലെ മാസ്ക് ഒക്കെ വെച്ച് ആ ഒരു കോസ്റ്റ്യൂമും പോലെയൊക്കെയാണ് ഉള്ളത്. അതായത് നമ്മുടെ സാസ്കെ എങ്ങനെയാണോ ഒറ്റയ്ക്ക് ഓരോ മിഷൻസ് ചെയ്യുന്നത്, അതുപോലെയാണ് സറാഡയും ഇവിടെ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. ഇത് ഫോളോ ചെയ്താണ് സാസ്കയുടെ രണ്ടാമത്തെ മകളായിട്ടുള്ള നറീറയും ഒറ്റയ്ക്ക് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അങ്ങനെ നമ്മുടെ സറാഡ ഉച്ചിഹ ആണെങ്കിൽ സാസ്കയെ കണ്ട് ലോങ് ടൈം നോ സീ ഡാഡ് എന്നൊക്കെ പറയുന്നു. എനിക്ക് തോന്നുന്നത് ഇവിടെ നമ്മുടെ സറാഡ ആണെങ്കിൽ ബൊറൂട്ടോയെ അന്വേഷിച്ചാണ് നടക്കുന്നതെന്ന് തോന്നുന്നു. അതോടുകൂടി ഈ ഒരു പാർട്ടും ഇവിടെ അവസാനിക്കുന്നു. ഗൈസ്, അപ്പോൾ ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാം. ഇപ്പോൾ ഈ ഒരു മാംഗയുടെ സീസൺ 1 അവസാനിക്കുകയാണ്. ഇതിന്റെ സീസൺ 2 മാംഗ ഓൾറെഡി റിലീസായി. എന്നാൽ നമുക്കത് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം ഈ ഒരു മാംഗ ഓൾറെഡി റഷ്യൻ ലാംഗ്വേജിലാണ് ഉള്ളത്. ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു മാംഗയൊക്കെ വായിച്ച് സെറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അതുപോലെ തന്നെ ആ ഒരു മാംഗ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത് തന്നെ വളരെയധികം കഷ്ടപ്പെട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങൾ കുറച്ച് കമന്റ്സ് ചോദിച്ചിരുന്നു. അതിനുള്ള ഉത്തരം ഞാനിപ്പോൾ തരാം. ഗൈസ്, ഞാനിവിടെ ഓരോ ആൾക്കാരുടെ പേര് പറയുന്നില്ല, ജസ്റ്റ് കമന്റ് വായിച്ച് അപ്പോൾ തന്നെ അതിന്റെ ഉത്തരവും പറയാം. ഈ ഒരു മാംഗ എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഈ ഒരു മാംഗയൊക്കെ നമുക്ക് കിട്ടും. വെബ്ടൂൺ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത 5 ചാപ്റ്റർ നമുക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് തന്നെ ഇവിടെ ചോദിച്ചത്, ബ്രോ ഈ ഒരു ഫാൻ മാംഗയുടെ പേര് എന്താണ്? സത്യം പറഞ്ഞാൽ ഈ ഒരു ഫാൻ മാംഗയുടെ പേര് എന്താണെന്ന് എനിക്കും അറിയില്ല. പല സ്ഥലത്തും പല പേരുകളാണ് ഉള്ളത്. മാദറ മാംഗ, റിട്ടേൺ ഓഫ് മാദറ, മാദറ ഇൻ ബൊറൂട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പല സ്ഥലത്തും കൊടുത്തിട്ടുള്ളത്. പിന്നെ എല്ലാവരും മെയിൻ ആയിട്ട് പറഞ്ഞത് ബ്രോ വീഡിയോയുടെ ലെങ്ത് വേണമെന്നാണ്. ഈ ഒരു വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നമ്മളിങ്ങനെ ലോങ് വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെയിലി അല്ലെങ്കിൽ വേഗം വീഡിയോ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അത്യാവശ്യം നല്ല ടൈം എടുക്കും. എന്നാൽ കുറച്ച് സമയം എടുത്താലും നല്ല ലെങ്ത് ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് ഉണ്ടാവുക. എന്നാൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നത് നിങ്ങൾ തന്നെയാണ് കമന്റ് ചെയ്യേണ്ടത്. പെട്ടെന്ന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, പക്ഷെ ഡ്യൂറേഷൻ കുറവായിരിക്കും. സമയമെടുത്ത് ചെയ്യുന്നതാണെങ്കിൽ അതൊരു ലോങ് വീഡിയോയും ആയിരിക്കും. പിന്നെ നോർമൽ ആയിട്ടുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെയാണ് വന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഞാൻ മറ്റൊരു കാര്യം പറയാം, ആരാണോ ഫസ്റ്റ് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുന്നത് അവരുടെ കമന്റ് ഞാൻ പിൻ ചെയ്ത് വെക്കും. അത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പരിപാടിയാണ്, അതിൽ ഒരു മാറ്റവുമില്ല. ഓക്കെ, അപ്പോൾ ഓവറോൾ ഈ ഒരു മാംഗ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ഇതുപോലെ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും പുതിയ ഫാൻ മാംഗയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തേക്ക്. അപ്പോൾ ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.